ഹായ് കൂട്ടുകാരെ, നമസ്കാരം. കോഴിക്കോട് സിൽവർ ഹിൽ സ്കൂളിലെ പരിപാടിക്ക് നമ്മുടെ സുരേഷ് സാറ് ഗസ്റ്റായിട്ട് വന്നായിരുന്നു. അപ്പോൾ അവിടെ ആഡംബര കസേരകൾ ഒരുപാട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞ് എനിക്ക് ആഡംബര കസേരകളൊന്നും വേണ്ട, എനിക്ക് സാധാരണ കസേര മതിയെന്ന്. അങ്ങനെ ആഡംബര കസേരകളുടെ നടുക്ക് ഒരു സാധാരണ കസേര ഇട്ടതിന് ശേഷമാണ് സാർ അതിനകത്ത് ഇരുന്നത്. പക്ഷെ അതിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. ഈ ആഡംബര കസേരയോട് ഇഷ്ടമില്ലാത്ത സാറ് സാധാരണ രീതിയിൽ സാധാരണ ഒരു വ്യക്തിയുടെ കൂട്ട് നടക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സാറാണെങ്കിൽ സാർ എന്തിനാ ഇത്രയും സ്വർണ്ണങ്ങൾ ഇടുന്നത്? ഇത്രയും വില കൂടിയ ഷർട്ടുകൾ ഇടുന്ന എന്തിനാ? ഇത്രയും വില കൂടിയ ആഡംബര കാറുകൾ വെച്ചിരിക്കുന്ന എന്തിനാ? ഫ്ലൈറ്റിൽ പോകുമ്പോൾ VIP പരിഗണനയിലുള്ള സീറ്റിൽ പോകുന്ന എന്തിനാ? ബസ്സിലും ട്രെയിനിലൊക്കെ പോകുമ്പോൾ നമ്മളെപ്പോലെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ പോയാൽ പോരെ? സാധാരണ ആൾക്കാർ പോകുന്നത് പോലെ പോകാൻ ഇഷ്ടമെങ്കിൽ സൈക്കിളിലോ സ്കൂട്ടറിലൊക്കെ പോയാൽ പോരെ? ഫ്ലൈറ്റിലാണെങ്കിൽ സാധാരണ ആൾക്കാർ പോകുന്ന സീറ്റിൽ ഇരുന്നാൽ പോരെ? എന്തിനാണ് VIP പരിഗണനയുള്ള സീറ്റിലൊക്കെ പോകുന്നത്? ആഡംബരം ഇഷ്ടമല്ലെങ്കിൽ ആഡംബരം ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ സാറിൻ്റെ മകളുടെ കല്യാണത്തിന് എത്ര ലക്ഷം രൂപയാണ് ചിലവാക്കിയത്? നമ്മളെല്ലാം കണ്ടതാണല്ലോ. ആ പൈസയെല്ലാം ആ കാശെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ സാധാരണക്കാർക്ക് എത്ര വീട് വെച്ച് കൊടുക്കാമെന്ന് എത്ര സഹായം ചെയ്യാമായിരുന്നു, ഇല്ലേ? ആഡംബരത്തോട് ഇഷ്ടമല്ലെങ്കിൽ സാറിൻ്റെ മകളുടെ കല്യാണം ആഡംബരം ഇല്ലാതെ നടത്തിയാൽ പോരായിരുന്നു. പിന്നെ ഈ ഒരു പരിപാടിക്ക് മാത്രം എനിക്ക് ആഡംബര ചെയർ വേണ്ടെന്ന് പറയുന്നത് അത് ഉചിതമല്ല. അങ്ങനെ എനിക്ക് സഹമന്ത്രിയായിട്ട് സ്ഥാനം അവിടെ അവിടെ പോയപ്പോൾ രാഷ്ട്രപതിയുടെ അടുത്ത് മന്ത്രിയായിട്ടൊക്കെ എഴുതി ഒപ്പിടാൻ ചെന്നപ്പോൾ അവിടെ നല്ല ആഡംബര കസേരയില്ലായിരുന്നു, വലിയ കസേരയില്ലായിരുന്നു, സാധാരണ കസേരയായിരുന്നു അവിടെ നിരത്തിയിട്ടിരുന്നത്. അന്നിരുന്നില്ലേ? അപ്പോൾ അന്ന് പറയുന്നത് എന്താണ്, എനിക്ക് സാധാരണ കസേര മതിയെന്ന്. പക്ഷേ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞ ജനങ്ങൾ സുരേഷ് ഗോപി സാറിന് അടുത്ത പ്രാവശ്യം ജയിപ്പിക്കുക എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ് സാറ് ഈ ജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിൽ വന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇപ്പോൾ പറയുന്നത് ബീച്ചൊക്കെ വൃത്തിയാക്കാൻ നടക്കുക, കുട്ടികൾ ഇറങ്ങുകയാണെങ്കിൽ സാറും കൂടെ ഇറങ്ങുകയാണ്. അതൊക്കെ നല്ല കാര്യം ഇല്ലേ? പക്ഷെ ആഡംബരം വേണ്ടെന്ന് പറഞ്ഞൊരു ചെയർ ഇടുമ്പോൾ അത് യോജിക്കാൻ കഴിയത്തില്ല. പിന്നെ എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപി സാർ ഇച്ചിരി ഓവറാവുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് പഴയ സുരേഷ് സാറിനെ ഇഷ്ടം. സിനിമയിലൊക്കെ നമ്മൾ കാണുന്നത് നിങ്ങൾക്കുമാകാം കോടീശ്വരനെ കണ്ട സുരേഷ് സാറ്, ആ ഒരു വ്യക്തിയാണ് ഇഷ്ടം. ഇപ്പോഴത്തെ ഒരു വ്യക്തിയുടെ ആ ഒരു അന്നത്തെ ഒരു സുരേഷ് ഗോപി സാറേ അല്ല ഇപ്പോൾ. ഇപ്പം എന്തൊക്കെയോ ഒരു മാറ്റം വന്നിരിക്കുന്നു സാറിന്. അതോ ആ ഒരു ഗെറ്റപ്പ് ഇഷ്ടമല്ല. അത് നിങ്ങൾ കൂട്ടുകാരൊക്കെ കാണുവാണെങ്കിൽ നിങ്ങൾ പറഞ്ഞേരെ. സാറിന് പഴയ ആ സുരേഷ് ഗോപി സാറാണ് നല്ല. സഹമന്ത്രി ആയാലും എന്താ, നമ്മുടെ ജോർജ് കുര്യൻ സാറ് കണ്ടില്ലേ? പാവ മനുഷ്യനല്ലേ അത്. അതുപോലെ തന്നെ സുരേഷ് ഗോപി സാർ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത് പാലക്കാട് ഇനി എടുക്കുമെന്നാണ്. സുരേഷ് ഗോപി സാർ തൃശ്ശൂർ എടുക്കുമെന്ന് പറയുമ്പോൾ തൃശ്ശൂർ എടുത്ത്, പക്ഷെ അവിടെ എടുക്കാൻ സാറ് ഒരുപാട് കാശ് ചിലവാക്കി, ഒരുപാട്. ഇന്നത്തെ തലമുറയ്ക്ക് ജോലിയൊന്നും ഇല്ലാതെ വേലയൊന്നും ഇല്ലാതെ കഷ്ടപ്പെടുന്ന ആ സന്ദർഭം സുരേഷ് സാർ മുതലാക്കി. കാരണം പാവപ്പെട്ടവർക്ക് കൊണ്ടുചെന്ന് കാശ് കൊടുത്തപ്പോൾ അവരത് മേടിച്ചിട്ട് സാറിനെ ജയിപ്പിച്ചു. അതുമല്ല 2 വട്ടം തോറ്റിട്ട് 3ാമത്തെ വട്ടം നിന്നപ്പോഴും എല്ലാവർക്കും ഒരു അനുകമ്പ വരുമല്ലേ ഈ പ്രാവശ്യങ്ങളും ജയിപ്പിക്കാമെന്ന്. പക്ഷേ ഇപ്പോൾ തൃശ്ശൂർ കിട്ടിയപ്പോൾ സാറിപ്പം പറഞ്ഞേക്കുക പാലക്കാട് ഞാൻ എടുക്കും. അപ്പം തൃശ്ശൂർ ജയിക്കണമെങ്കിൽ അതിനകത്ത് മുന്നിട്ട് നിന്ന ഒരാളുണ്ട്, നമ്മുടെ കമ്മ്യൂണിസ്റ്റിൻ്റെ ഒരു മേയർ. കമ്മ്യൂണിസ്റ്റിൻ്റെ ആണെന്ന് തോന്നില്ലേ ആ മേയർ സുരേഷ് സാറിനെ ഒരുപാട് സഹായിച്ചു. കാരണം ആ മേയർ സ്ഥാനത്ത് ഇന്ന് കാശ് കിട്ടുന്നതിനെ കാട്ടി ഒരുപാട് കാശ് മേയർക്ക് കിട്ടിയിട്ടുണ്ട്. മേയർ ഇങ്ങനെ അധികം മാറ്റിയാലും മേയർക്ക് എന്തെങ്കിലും സ്ഥാനം കൊടുക്കാൻ സാറ് പറഞ്ഞു കാണും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ ഇറങ്ങത്തില്ലല്ലേ, വേറൊരു പാർട്ടിയിൽ നിൽക്കുന്ന ആൾ. അപ്പോൾ ഇനി സാറ് പാലക്കാട് എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരി, നല്ല കാര്യം. പാലക്കാട് മാത്രമല്ല കേട്ടോ, കേരളം മൊത്തം തമിഴ്നാടും കൂടെ എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേരളം മാത്രം പോലെ സാറിന് തമിഴ്നാടും വേണം. അപ്പോൾ 2 സ്റ്റേറ്റ് സാറിന് വേണമെന്നാണ് പറയുന്നത്. അതും 10 വകുപ്പ്. ഇപ്പം സാറിൻ്റെ കയ്യിലിരിക്കുന്നത് പെട്രോളിയം, ടൂറിസം. പിന്നെ സാറ് പറയുന്നത് ഞാൻ
ഒരു ഫോൺ വന്നു, അതാ സോറി കേട്ടാ. പിന്നെ സാറ് പറയുന്നത് എനിക്ക് ടൂറിസം, റെയിൽവേ, എയിംസ്, പിന്നെന്തോ പറഞ്ഞേ, അതെല്ലാം പറഞ്ഞല്ലേ, പെട്രോളിയം, ഇതെല്ലാം സാറിന് വേണം. ആ വകുപ്പിൻ്റെ എല്ലാ ഉദ്യോഗസ്ഥർ സാറ് പറയുന്നത് കേട്ട് പ്രവർത്തിക്കുന്നവരായിരിക്കണം. സാർ അവിടെ ഇരിക്കും, ഉദ്യോഗസ്ഥർ കൈക്കൂലിയൊന്നും വാങ്ങാതെ നമ്മളിലുള്ള സാധാരണ വ്യക്തി പോലെ എല്ലാവർക്കും എല്ലാ കാര്യം ചെയ്തു കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരായിരിക്കണം. അതൊക്കെ നല്ല വിഷയമല്ലേ? ഇപ്പോഴുള്ള ഉദ്യോഗസ്ഥന്മാരെ ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അവർ കയ്യിൽ കാശ് കോടികൾ കണക്കിന് ഓരോന്ന് ചെയ്യാൻ കൊടുത്താൽ അവർ പകുതി കാശ് അവരുടെ കിശയിലാകും. ഒന്നും ചെയ്യത്തില്ല ഉദ്യോഗസ്ഥന്മാർ. അതിനോടൊക്കെ ഞാൻ യോജിക്കുന്നു. എനിക്ക് സാറിൻ്റെ ഈ ഒരു ഓവർ ആക്ടിങ് ഇഷ്ടമാവുന്നില്ല, അത്രേ ഉള്ളൂ. അല്ല, സാറിനോട് വെറുപ്പൊന്നുമില്ല. കേരളം എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, എടുത്തോട്ടെ അല്ലേ? അപ്പോൾ സാറിന് 10 വകുപ്പ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സാറിന് ആഗ്രഹം നടക്കട്ടെ ഇല്ലേ? പാലക്കാട് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഏത് സ്ഥലമാണ് അതെടുക്കുമായിരിക്കും അല്ലേ? അങ്ങനെ ഓരോ സ്ഥലത്തും സാറ് വെച്ചടി കയറ്റം കയറി വരുമായിരിക്കും. അപ്പോൾ എന്തോ ആയാലും സുരേഷ് സാർ ഒരു മുഖ്യമന്ത്രി ആവാനുള്ള ഇത് കാണുന്നുണ്ട്. എല്ലായിടത്തും സാർ ജയിച്ച മുഖ്യമന്ത്രി സാറായിരിക്കും അല്ലേ? അപ്പം ഞാൻ ആലോചിക്കുക, ഈ തമിഴ്നാടും കേരളവും ഒന്നിച്ച് സാറെടുത്ത രണ്ടിടത്തൂടെ മുഖ്യമന്ത്രി ആവാൻ പറ്റുമോ? എവിടെങ്കിലും ഒരിടത്തെല്ലാം ആവാൻ പറ്റും. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി ആവാൻ പറ്റുമോ? കേരളത്തിലാവാൻ പറ്റുമോ? രണ്ട് സ്റ്റേറ്റും വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം രണ്ടിടത്തൂടെ മുഖ്യമന്ത്രി എങ്ങനെ ആവും? ഭയങ്കര കൺഫ്യൂഷനായിരിക്കും. കാത്തിരുന്ന് കാണാം അല്ലേ? അതുകൊണ്ട് ആഡംബരമൊന്നും വേണ്ട, സാധാരണക്കാരൻ്റെ അടുത്ത് പോവാന്ന് അങ്ങനെ കൂട്ട് പോകാനേ ഇഷ്ടമെന്നുണ്ടെങ്കിലും സാധാരണ ചേർന്നിരിക്കാനേ ഇഷ്ടമെങ്കിലും സാറ് ഈ ഇപ്പം നടത്തുന്ന ഈ ആഡംബര വസ്തുക്കളും ആഡംബര കാറുകളും സ്വർണ്ണം ഇട്ടിട്ട് നടക്കുന്നതും ഭയങ്കര വില കൊടുപ്പുള്ള ഷർട്ട് ഇടുന്നതും അതെല്ലാം മാറ്റണം. എന്നാലേ സാധാരണക്കാരനാവത്തുള്ളൂ. വാജ്പേയിയെ നമ്മൾ കണ്ടിട്ടുണ്ടില്ലേ, നല്ല മനുഷ്യൻ. അബ്ദുൽ കലാമിനെ നമ്മൾ കണ്ടിട്ടുണ്ട്, നല്ല മനുഷ്യൻ. അതൊക്കെയാണ് സാധാരണ ആൾക്കാരെന്ന് പറയാം. ഒരു തലക്കനവും ഇല്ല, ഒരു ഓവർ ആക്ടിങ്ങും ഇല്ല, നല്ല മനുഷ്യരവരല്ല അല്ലേ? അത് വേറൊരു പാർട്ടിയുടെ ആയാലും ഏത് പാർട്ടി, എനിക്ക് പ്രത്യേകിച്ചൊരു പാർട്ടിയൊന്നും ഇല്ല കേട്ടോ. ഏത് നല്ലതെന്ന് പറയുന്ന അവിടെ ഞാൻ നിൽക്കും, അങ്ങനെയുള്ളൊരു കൂട്ടത്തില്ല. പിന്നെ ഇപ്പം കുറേ പേര് യൂട്യൂബിൽ സുരേഷ് സാറിൻ്റെ കുറച്ച് ഇല്ലാത്ത ഫോൺ നമ്പർ കൊടുത്തിട്ട് കുറേ പാവങ്ങളെ പറ്റിക്കാൻ ഇറങ്ങുന്നുണ്ട്. അയാൾക്ക് യൂട്യൂബിൽ റീച്ച് കിട്ടുകയെ, അത് ഈ പാവങ്ങൾ അറിയുന്നില്ലല്ലോ. ഞാൻ ഇന്നലെ ഒരെണ്ണത്തിൽ കണ്ടപ്പോൾ ഒരു 5-6 നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് മെസ്സേജ് വിട്ടിരിക്കുന്ന ആൾക്കാർ പറഞ്ഞു, ഞാൻ വിധവയാണ്, എനിക്ക് വീടില്ല, അതിന് സാറിനോടൊരു വീട് പറയാൻ ഫോൺ നമ്പർ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എല്ലാവരും അതിനകത്ത് പാവപ്പെട്ട ഒരു കടം കയറി നിൽക്കുന്നവരും വിധവകളും വീട് വയ്ക്കാൻ ഇല്ലാതെ ജിപ്തി വന്നവരും അങ്ങനെയുള്ള ആൾക്കാർ അതിനകത്ത് ഫുള്ള മെസ്സേജ് വിട്ടിരിക്കുന്നത്. അവരെന്നിട്ട് ചോദിക്കുന്നു, സാർ ഞങ്ങൾ 5-6 നമ്പറിനകത്ത് സാറ് തന്ന നമ്പറിനകത്ത് വിളിച്ചിട്ടൊന്നും സാറിനെ കിട്ടുന്നില്ല, വേറെ നമ്പർ ഉണ്ടെങ്കിൽ താ. അപ്പോൾ ഇങ്ങനെ പറയാന്നേ, അവർ സിനിമാക്കാരല്ലേ, നമ്പർ അടിക്കടി മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് കൊടുക്കാൻ പോയത്? ഇപ്പം സാറ് സഹമന്ത്രി ആയതിനു ശേഷം എന്തായാലും ഹെഡ് ഓഫീസിൻ്റെ തൃശ്ശൂർ ഒരു ഓഫീസ് കാണുമല്ലേ, അതിനൊരു നമ്പർ കാണുമല്ലേ, അത് കൊടുത്തൂടെ? എന്തിനാ പറയുന്നത്? നേരിട്ട് കാണാൻ സുരേഷ് ഗോപി സാറിൻ്റെ ഓഫീസിൽ തൃശ്ശൂർ ചെന്നപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാർ പോലും സുരേഷ് സാറിനെ കാണിക്കത്തില്ല. നമ്മൾ കണ്ടില്ല, സുരേഷ് സാറ് ജയിച്ചതിൻ്റെ അടുത്ത നാൾ ഒരമ്മ ബസ് സ്റ്റാൻഡിൽ കിടന്ന് ഉറങ്ങിയിട്ട് സുരേഷ് സാറിൻ്റെ ഓഫീസിൽ തൃശ്ശൂർ ചെന്നപ്പോൾ വിശന്ന് ഒന്നും കഴിച്ചില്ല അമ്മ. മാധ്യമപ്രവർത്തക വർത്തമാനം പറയുമ്പോൾ അവർക്ക് ആഹാരം മേടിച്ചു കൊടുക്കാനൊക്കെ പറഞ്ഞത്. അങ്ങനെ ഓഫീസിൽ ചെന്നപ്പോൾ അവിടെ ഇരിക്കുന്ന സ്റ്റാഫുകൾ പറയും, ഇന്ന് കാണാനൊന്നും പറ്റത്തില്ല, നിങ്ങൾ കൊണ്ടുവന്ന നിവേദനം എൻ്റെ കയ്യിലാണ്. പിന്നെ നമ്മൾ കണ്ടില്ല ആ ഒരമ്മ സുരേഷ് സാറ് പോയി കണ്ടതായിട്ടോ ഫോൺ ചെയ്ത് ആ അമ്മയുടെ ആവശ്യം നിറവേറ്റി കൊടുത്തതായിട്ടോ ഒന്നും നമ്മൾ കണ്ടില്ല. കണ്ടോ? ഇല്ല. ഈ സുരേഷ് സാറ് പറയുന്നത് പോലെ ഒന്നും അല്ല. സാറിൻ്റെ ഓഫീസിലിരിക്കുന്നവരോ
ഈ ഫോൺ നമ്പർ കൊടുത്ത് പിന്നെ ഓരോരുത്തരെ പറ്റിക്കുന്നവരോ ഒന്നും കറക്റ്റല്ല. എന്തിനാ ഇങ്ങനെ പാവങ്ങളെ പറ്റിക്കുന്നത്? നിങ്ങൾക്ക് യൂട്യൂബിൽ റീച്ച് കൂട്ടായിരിക്കും, പക്ഷെ ആ പാവപ്പെട്ടവരത് വിശ്വസിച്ചല്ലേ ഈ നമ്പർ ഇട്ട് എല്ലാവരും കടന്ന് വിളിച്ചത്. അങ്ങനെയൊന്നും പറ്റിക്കരുത് പാവപ്പെട്ടവർ. നിങ്ങൾക്ക് ചിലപ്പം യൂട്യൂബിനകത്ത് റീച്ച് കൂടുമ്പോൾ നിങ്ങൾക്ക് കാശ് കിട്ടുമായിരിക്കും. എന്തെല്ലാം പ്രതീക്ഷ കൊണ്ടാണ് അവർ വന്ന് സുരേഷ് ഗോപി സാറിൻ്റെ നമ്പർ കൊടുത്തപ്പോൾ വിളിച്ചത്. ഞാനൊരു കാര്യം പറയാം പാവപ്പെട്ട നിങ്ങളോട്, ഞാനും അതിനകത്ത് വരുന്ന ഒരു പാവപ്പെട്ടവളാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബിൽ കൊണ്ടുവരുന്ന നമ്പറിൽ ഒന്നും നിങ്ങൾ വിളിക്കാതെ തൃശ്ശൂർ മേയറെ പോയി കാണും. നിങ്ങൾ ആ മേയർ വിചാരിച്ചാൽ എന്തോ സാധിക്കും. കാരണം സുരേഷ് ചേട്ടനെ ജയിപ്പിക്കാൻ മുന്തിയ പങ്ക് വഹിച്ചതും മേയറാണ്. അവർ ദിവസം 1 മണിക്കൂറെങ്കിലും അവർ നേരിട്ട് ഫോൺ ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തൃശ്ശൂരിലുള്ള മേയറിൻ്റെ നമ്പർ എടുത്തിട്ട് അല്ലെങ്കിൽ മേയറിനെ അവിടെ ഓഫീസിൽ പോയി കണ്ടിട്ട് നിങ്ങളുടെ ആവശ്യം അവിടെ പറയാം. എന്നിട്ട് നിങ്ങൾ പറയാം സുരേഷ് ചേട്ടനെ കാണണമെന്നോ അല്ലെങ്കിൽ സുരേഷ് സാറിൻ്റെ നമ്പർ തരണമെന്നോ അവിടെ ചോദിക്കുക മേയറിൻ്റെ അടുത്ത്. അല്ലാതെ നിങ്ങൾ ഈ യൂട്യൂബിൽ വരുന്ന ഒരു നമ്പറിലും വിളിക്കാതിരി. ഇതൊക്കെ ചുമ്മാ തട്ടിപ്പാണ്. നിങ്ങൾ അതിലൊന്നും വീഴാതിരി. കാരണം ഇപ്പോൾ ഏതെങ്കിലും രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞ് ആടി വന്നെങ്കിലേ റീച്ച് കൂട്ടും, ആളുകൾ ഇരുന്ന് കാണത്തുള്ളൂ. ഇപ്പം നിങ്ങൾ ഇത്രയും പേര് കമൻറ്റ് ഇട്ടപ്പോൾ അത്രയും നേരം ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ എന്നിട്ട് പറയാം. ലാസ്റ്റിൽ നിങ്ങൾ പോയി വീഡിയോയുടെ ലാസ്റ്റ് നമ്പർ വേറെ കൊടുത്തിട്ടുണ്ട്, ID പ്രൂഫ് കൊടുത്തിട്ടുണ്ട്. അപ്പം എന്താ വീഡിയോ കാണണം ഫുള്ള. പാവപ്പെട്ടവരെ പറ്റിക്കുകയല്ലേ. അവത്തങ്ങൾ ഫുള്ള വീഡിയോ ഇരുന്ന് കാണും, ഇവന് വാച്ച് അവർ കൂട്ടുകയും ചെയ്യും. അതൊന്നും പാടില്ല അല്ലയോ. പാവപ്പെട്ടവരിങ്ങനെ വെച്ച് മുതലെടുക്കരുത്. ഒരു നമ്പർ കൊടുത്തിട്ട് പിന്നെ നല്ലൊരു നമ്പർ കൊടുത്തിട്ട് അതേ 10 പേരെങ്കിലും പോയി കണ്ടോട്ടെ, അല്ലെങ്കിൽ വിളിച്ച് അവരുടെ ആവശ്യം പറഞ്ഞോട്ടെ. ഇത് ഇന്നലെ കണ്ടപ്പോൾ അത് പറയണോ തോന്നിയ, അതുകൊണ്ടാണ് ഞാൻ വന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് നിങ്ങൾ ആ മേയറെ പോയി കാണും. മേയറോട് പറഞ്ഞ് സുരേഷ് ചേട്ടൻ്റെ നമ്പർ തരും. അല്ലെങ്കിൽ എത്രയോ സിനിമാ നടന്മാരുണ്ട് സുരേഷ് സാറിൻ്റെ നമ്പർ അറിയാവുന്നത്. അവരുടെ അടുത്ത് പോയി വരും. മഞ്ജു വാര്യരുടെ നമ്പരോ അല്ലെങ്കിൽ ജഗദീഷ് സാറിൻ്റെ നമ്പർ അവരൊക്കെ അറിയാം സുരേഷ് ചേട്ടൻ്റെ നമ്പർ. അല്ലെങ്കിൽ ശ്രീകണ്ഠൻ നായർ സാറിന് അറിയാമായിരിക്കുമല്ലോ സുരേഷ് ചേട്ടൻ്റെ നമ്പർ. അങ്ങനെയൊക്കെ ഉള്ളവരടുത്ത് പോയി നിങ്ങൾ നമ്പർ വിളിച്ച് വിളിക്കും. അതല്ലെങ്കിൽ തൃശ്ശൂർ ഇപ്പോൾ സാറ് ജയിച്ച മണ്ഡലമല്ലേ, അവിടെ ചെന്ന് സുരേഷ് സാറിൻ്റെ നമ്പർ കിട്ടാതിരിക്കും. ഈ മേയറെ പിടിച്ചാൽ മതി. മേയർക്ക് എല്ലാം അറിയാം, ഏറ്റവും കൂടുതൽ അറിയുന്ന മേയർക്കാണ്. അപ്പോൾ ഞാൻ വയ്ക്കാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ബെല്ലൈക്കൻ ചെയ്തേക്കണം, ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ചേച്ചി ഇനി ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ബൈ. പോയിട്ട് വരാം കേട്ടോ. ആരണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നു.